ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2016 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റേഴ്സ്, ബി സി ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ് ആൻഡ് ആംഗിൾ സി ബി എ ഈക്വൽ ടു 130 ഡിഗ്രി, കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയിൽ എ ബി 8 സെന്റിമീറ്റർ, ബി സി 10 സെന്റിമീറ്റർ, കോൺ സി ബി എ 130 ഡിഗ്രിയുമാണ്. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് എ ബി എന്ന ലൈൻ വരയ്ക്കാം. എ ബി എന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ സി ബി എ, അതായത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള കോൺ 130 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആണ്. ഇനി എ സി ഒരുമിപ്പിക്കണം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ അഥവാ പരപ്പളവാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്നത് എ ബി ആണ്. ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ സിയിൽ നിന്നും ബിയിൽ നിന്നും ഓരോ ലൈൻസ് വീതം വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ഡി എന്ന് നെയിം ചെയ്യാം. ഇപ്പോൾ ബി ഡി സി എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ്. ഡി എന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തമാണ്. ഒരു അർദ്ധവൃത്തത്തിന്റെ കോൺ എന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 130 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 50 ഡിഗ്രി. അതായത് ഈ കോൺ അളവ് 50 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിലുള്ള ആംഗിൾ ഏതാണ്? 50 ഡിഗ്രി. ഇനി ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമായ ഡി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈറ്റ് അഥവാ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? സൈൻ ആണ് ഉപയോഗിക്കുക. കാരണം സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ബൈ കർണം. ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സൈൻ 50 ഡിഗ്രി എത്രയാണെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.76. Therefore ഓപ്പോസിറ്റ് സൈഡ് അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈറ്റ് എന്നത് 0.76 ഇൻറ്റു 10 ആണ്. അതായത് 7.6 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന ത്രികോണത്തിന്റെ ഉയരം എന്നത് 7.6 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി അഥവാ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്നത് എന്താണ്? എ ബി എന്ന ലൈനാണ്. ഹൈറ്റ് ഡി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി എത്രയാണ്? 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡി സി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 7.6 ആണ്. 8ന്റെ പകുതി എത്രയാണ്? 4 ഇൻറ്റു 7.6 എങ്ങനെയാണ് ഗുണിക്കുക? 76 ഇൻറ്റു 4 ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 4 ഇൻറ്റു 6 എത്രയാണ്? 24. 4 ഇൻറ്റു 7 എത്രയാണ്? 28. 28ൽ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 30. 76 ഇൻറ്റു 4 എത്രയാണ് വരുന്നത്? 304 ആണ്.
ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സംഖ്യയുടെ പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇടും. അതായത് 30.4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ട്രയാങ്കിൾ ABC-യുടെ ഏരിയ അഥവാ പരപ്പളവ്. അടുത്ത ചോദ്യം, from the top of a building 60 meters high, the angles of depression of the top and bottom of a tower are 30 degree and 60 degree respectively. Find the height of the tower. 60 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു ടവറിന്റെ മുകളിലേക്കും ചുവട്ടിലേക്കുമുള്ള കീഴ്കോണുകൾ യഥാക്രമം 30 ഡിഗ്രി 60 ഡിഗ്രിയാണ്. ടവറിന്റെ ഉയരം കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ അഥവാ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അഥവാ ഡീറ്റെയിൽസ് വെച്ച് നമുക്കൊരു ഏകദേശ ചിത്രം വരയ്ക്കണം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 60 meters ഹൈ, അതായത് 60 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നും. അപ്പൊ ആദ്യം നമുക്കൊരു 60 മീറ്റർ ഉയരമുള്ള ബിൽഡിംഗ് വരയ്ക്കാം. അതിന്റെ മുകളിൽ നിന്നും ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ ടവർ ആർ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. തൊട്ടടുത്ത് നിൽക്കുന്ന ടവറിലേക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോൺ. എന്താണ് കീഴ്കോൺ? ഒരു കുട്ടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടവും അടിയിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസും എന്താണ്? കീഴ്കോണാണ് അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതായത് കുട്ടി ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നത് അടിയിലേക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റിനേക്കാൾ ചെറുതാണ് ടവറിന്റെ ഹൈറ്റ്. കുട്ടി എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നു. വിത്ത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 30 ഡിഗ്രി. അതായത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ എന്തായിരിക്കും ഇവിടെ നിന്നുള്ള? ഇതാണ് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇനി ഇവിടെ നിന്ന് തന്നെ കുട്ടി ടവറിന്റെ അടിഭാഗത്തേക്ക് നോക്കുന്നു. എത്ര ആംഗിളിലാണ് നോക്കുന്നത്? 60 ഡിഗ്രി കീഴ്കോണ്. ഇതാണ് സ്ട്രെയിറ്റ് വ്യൂ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചിത്രം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ടവറിന്റെ ഉയരമാണ്, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 60 മീറ്റർ ആണ്. അതായത് ഈ ദൂരം, ഈ ടോട്ടൽ ഈ ദൂരം എത്രയാണ്? 60 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൂരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 60 മീറ്ററിൽ നിന്നും ഈ ദൂരം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതാണ് ഈ ടവറിന്റെ ഉയരം എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഇത് 90 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ ലെങ്ത് ആണ്. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 30 ഡിഗ്രിയുടെ എതിർവശം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അറിയണം, അല്ലെങ്കിൽ 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം അറിയണം. അതായത് ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിച്ചൂടെ? കാരണം ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇതൊരു 90 ഡിഗ്രി ആംഗിളാണ്. അതിൽ 60 ഡിഗ്രി ഇവിടെയാണെങ്കിൽ ബാക്കി എത്ര ഇവിടെ വരും? 30 ഡിഗ്രി. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ്. അതിന്റെ ഒരു സൈഡ് 60 മീറ്റർ, ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഈ സൈഡ് 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. അപ്പോൾ 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം എത്രയാണ്? 60 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. അഡ്ജസന്റ് സൈഡ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? ടാൻ ആണ് ഉപയോഗിക്കുക. കാരണം ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, അഥവാ എതിർവശം ബൈ സമീപവശമാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 മീറ്റർ. ടാൻ 30 ഡിഗ്രി എത്രയാണ്? നമ്മുടെ ടേബിളിൽ നോക്കിയാൽ അറിയാം, 1/√3 ആണ്. ദെർഫോർ നമുക്ക് ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു 60/√3. അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 60/√3 ആണ്.
ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് വരാം. ഈ 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 60/√3 ആണ്. ഇനി ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അഡ്ജസന്റ് സൈഡ് അഥവാ 30 ഡിഗ്രിയുടെ സമീപവശം എത്രയാണ്? 60/√3 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അഡ്ജസന്റ് സൈഡ് തന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്ത് ഉപയോഗിച്ച് കാണും? ടാൻ ഉപയോഗിച്ചിട്ട് കാണും. ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അഥവാ എതിർവശം ബൈ സമീപവശം. ഇവിടെ അഡ്ജസന്റ് സൈഡ് അഥവാ 30 ഡിഗ്രിയുടെ സമീപവശം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 60/√3. ടാൻ 30 ഡിഗ്രി എത്രയാണ്? ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും, 1/√3 ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 30 ഡിഗ്രിയുടെ എതിർവശം എന്നത് 60/√3 ഹരിക്കണം √3 ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 60 ഹരിക്കണം √3 ഹരിക്കണം √3. ആദ്യം തന്നെ നമുക്ക് ഈ ഹരണം ഗുണനമാക്കണം. അതിനെന്താ ചെയ്യുക? 60 ഹരിക്കണം √3 ഗുണനം ഈ √3 എന്താവും? ഇതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമാവും. അതായത് 1/√3. ഇനി 60 × 1 എന്ത് വരും? 60. √3 × √3 എന്ത് വരും? 3 × 3 9 ആണ്. 9ന്റെ റൂട്ട് എത്രയാണ്? 3. അപ്പോൾ 60 ഹരിക്കണം 3 എത്രയാണ്? 20. അതായത് 60/√3 ഹരിക്കണം √3 എന്താണ് ഉത്തരം? 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 20 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ഫുൾ ഡിസ്റ്റൻസ് 60 ആണെന്ന് നമുക്കറിയാം. 60ൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടവറിന്റെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹൈറ്റ് ഓഫ് ടവർ ഈക്വൽ ടു 60ൽ നിന്നും 20 മീറ്റർ കുറച്ചപ്പോൾ എത്രയാണ്? 40 മീറ്റർ. അടുത്ത ചോദ്യം. എ ബോയ് 1.5 meters tall standing at the edge of a river bank sees the top of a tree on the edge of the other bank at an elevation of 50 degree. Standing back by 10 meters, he sees it at an angle of elevation 25 degree. How wide is the river? How tall is the tree? പുഴയോരത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 25 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ. പുഴയുടെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കുക. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഒരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ നീളം എത്രയാണ്? 1.5 മീറ്റർ. കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പുഴയുടെ എഡ്ജിലായിട്ട് നിൽക്കുന്നു. പുഴയുടെ മറ്റേ എഡ്ജിൽ ഒരു മരമുണ്ട്. കുട്ടി ഈ മരത്തിന്റെ മുകളിലേക്ക് 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ നോക്കുന്നു. അതായത് കുട്ടിയുടെ മരത്തിലേക്കുള്ള നോട്ടവും കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് 50 ഡിഗ്രി അഥവാ ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത്. കുട്ടി എന്ത് ചെയ്യുന്നു? 10 മീറ്റർ പിന്നോട്ട് നടക്കുന്നു. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ. എന്നിട്ട് കുട്ടി വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. വിത്ത് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ എത്രയാണ്? 25 ഡിഗ്രിയാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ വൈഡ് ഈസ് ദ റിവർ? പുഴയുടെ വീതി. അതായത് കുട്ടി പുഴയുടെ ഒരു എഡ്ജിലും പുഴയുടെ മറ്റേ എഡ്ജിലായിട്ട് ഒരു മരവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇതിനെ നമുക്ക് ഡി എന്നുകൊണ്ട് സൂചിപ്പിക്കാം. ഇനി രണ്ടാമതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. ട്രീന്റെ ഇതുവരെയുള്ള ഉയരം നമുക്കറിയാം 1.5 മീറ്റർ ആണ്. ഈ ഹൈറ്റ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് എച്ച് കൊണ്ടും സൂചിപ്പിക്കാം. ഇനി ഇവിടെ നമുക്ക് കോസ് 50 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യൻസുകളിലൊക്കെ കണ്ടുപിടിച്ച പോലെ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ കണ്ടുപിടിച്ച് അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈ സൈഡും 10 മീറ്റർ ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? 50 ഡിഗ്രിയുടെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ട് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കുമ്പോൾ റിവറിന്റെ വീതി ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു.
പക്ഷേ ഇവിടെ നമുക്ക് കോസ് 50 ഡിഗ്രി തന്നിട്ടില്ല. തന്നിട്ടുള്ളത് ടാൻ 25 ഡിഗ്രിയും ടാൻ 50 ഡിഗ്രിയുമാണ്. അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ടാൻ ഉപയോഗിച്ച് തന്നെ ഈ ചോദ്യം ഉത്തരം എഴുതണമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ടാൻ ഉപയോഗിച്ച് നമുക്ക് ഉത്തരം എഴുതുക? നമുക്കറിയാം ടാൻ ഇക്വേഷൻ എന്താണ്? ടാൻ എക്സ് ഡിഗ്രി എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അഥവാ എക്സ് എന്ന ആംഗിളിന്റെ എതിർവശം ബൈ സമീപവശമാണ്. ഇതുപയോഗിച്ച് വേണം നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം ഏതാണ്? ഇതാണ്. ഇതിന്റെ ആംഗിൾ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയുടെ സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് ഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എച്ച് ആണെന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ടാൻ 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച്, അഡ്ജസന്റ് സൈഡ് ഡി. ടാൻ 50 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 1.19. ഇനി ഇതിനെ നമുക്ക് എച്ച് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആക്കാം. എന്ത് വരും? 1.19 ഡി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് സൂചിപ്പിക്കാം. ഇനി ഇതിലെ രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണ്? ഇതാണ്. ഇതില് ആംഗിൾ ഏതാണ്? 25 ഡിഗ്രിയാണ്. 25 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഈ ഹൈറ്റ് ആണ് അഥവാ എച്ച് ആണ്. ഇനി 25 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം ഏതാണ്? ഈ നീളം 10 മീറ്റർ ആണ്. ഈ നീളം ഡി ആണ്. അപ്പോൾ 10 പ്ലസ് ഡി ആണ് 25 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ 25 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് വശം അഥവാ ടാൻ 25 ഡിഗ്രിയുടെ എതിർവശം എന്താണ്? എച്ച് ആണ്. ഇനി സമീപവശം എന്നത് 10 മീറ്ററിലൂടെ പുഴയുടെ ഡിസ്റ്റൻസ് അഥവാ വീതി കൂടെ കൂട്ടിയിട്ട് ടാൻ 25 ഡിഗ്രി 0.47 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെയും നമുക്ക് എച്ച് ഈക്വൽ ടു എന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. എങ്ങനെ വരും? 0.47 ഇൻറ്റു 10 പ്ലസ് ഡി. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്താൽ ഇതെന്താണ്? എച്ച് ഈക്വൽ ടു 1.19 ഡി ആണ്. ഇത് എച്ച് ഈക്വൽ ടു 0.47 ഇൻറ്റു 10 പ്ലസ് ഡി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1.19 ഡി ഈക്വൽ ടു 0.47 ഇൻറ്റു 10 പ്ലസ് ഡി എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിൽ നിന്ന് ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1.19 ഡി ഈക്വൽ ടു 0.47 ഇൻറ്റു 10 എന്ത് വരും? 4.7. 0.47 ഇൻറ്റു ഡി എന്ത് വരും? 0.47 ഡി. ഇനി 1.19 ഡി മൈനസ് 0.47 ഡി ഈക്വൽ ടു 4.7. നമുക്ക് എന്ത് ചെയ്യണം? 1.19 മൈനസ് 0.47 ചെയ്യണം. 9ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 2. 1ൽ നിന്ന് 4 പോവില്ല. നമ്മൾ ഇവിടെ നിന്ന് കടം എടുത്തു കഴിഞ്ഞാൽ 11ൽ നിന്നും 4 പോയാൽ എത്ര വരും? 7. പോയിന്റ് ഇവിടെ ഒന്നില്ല, കാരണം ഒന്ന് നമ്മൾ ഇവിടേക്ക് കടം എടുത്തു കഴിഞ്ഞപ്പോൾ 0 മൈനസ് 0 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.72 ഡി ഈക്വൽ ടു 4.7. therefore ഡി ഈക്വൽ ടു 4.7 ഹരിക്കണം 0.72. എങ്ങനെയാണ് ഇത് ഹരിക്കുക? ആദ്യം തന്നെ അടിയിലുള്ള ഡെസിമൽ കഴിഞ്ഞുള്ള സംഖ്യകൾ എത്രയാണെന്ന് നോക്കണം. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളുണ്ട്. മുകളിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 സംഖ്യയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അടിയിലെ സംഖ്യയിൽ നിന്നും മുകളിലെ സംഖ്യ കുറയ്ക്കണം. അടിയിൽ 2 സംഖ്യ, മുകളിൽ 1 സംഖ്യ. അപ്പൊ 2ൽ നിന്ന് 1 പോയാൽ 1. ഒരു 0 മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ എല്ലാ ഡെസിമൽ പോയിന്റും ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ എഴുതാം: 470 ഹരിക്കണം 72. ഇത് നമ്മൾ സാധാരണ ഡിവിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. 470 ഹരിക്കണം 72. 4ൽ 72 ഉണ്ടോ? ഇല്ല. 7ൽ 72 ഉണ്ടോ? ഇല്ല. 470ൽ 72 എത്ര ഉണ്ട്? 6 എണ്ണം. 6 ഇൻറ്റു 72 എത്രയാണ്? 432. 470ൽ നിന്നും 432 കുറച്ചാൽ എത്ര വരും? 70 മൈനസ് 32 38. 38ൽ 72 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 38ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അതിന് 6ന്റെ അടുത്തായി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ 380. 380ൽ എത്ര 72 ഉണ്ട്? 5. 5 ഇൻറ്റു 72 എത്രയാണ്? 360. 380ൽ നിന്ന് 360 പോയി കഴിഞ്ഞാൽ 20. ഇത്രയും വരെ മതി. ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ കിട്ടുന്നത് വരെ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 470 ഹരിക്കണം 72 എന്നത് എത്രയാണ്? 6.5 ആണ്. അതായത് പുഴയുടെ വീതി എന്നത് 6.5 മീറ്റർ ആണ്. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഡിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എച്ച് കണ്ടുപിടിച്ചൂടെ? എച്ച് ഈക്വൽ ടു
1.19 ഇൻറ്റു 6.5. എങ്ങനെയാണ് ഇത് ഗുണിക്കുക? ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി ഗുണിക്കണം. 119 ഗുണിക്കണം 65. 5 ഇൻറ്റു 9 എത്രയാണ്? 45. 5 ഇൻറ്റു 1 5 അതിലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 9. 5 ഇൻറ്റു 1 എത്രയാണ്? 5. അടുത്തതായി 6 ഇൻറ്റു 9 എത്രയാണ്? 54. 6 ഇൻറ്റു 1 എത്രയാണ്? 6. 6ലൂടെ 5 കൂട്ടിയാൽ 11. ഇനി 6 ഇൻറ്റു 1 എത്രയാണ്? 6. 6ലൂടെ 1 കൂട്ടിയാൽ 7. കൂട്ടിക്കഴിഞ്ഞാൽ 5 ഇറക്കി എഴുതി. 9ഉം 4ഉം എത്രയാണ്? 13. 5 + 1 6 6 + 1 7 7 ഇറക്കി എഴുതി. അതായത് നമുക്ക് എന്താണ് ഉത്തരം കിട്ടിയത്? 7 7 3 5. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട്? 1 2 3. അപ്പൊ 3 സംഖ്യകളുടെ ഇപ്പുറത്തായി നമുക്ക് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. അതായത് എച്ചിന്റെ വാല്യൂ എന്നത് എത്രയാണ്? 7.7 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ട്രീ അഥവാ ട്രീയുടെ ഉയരം എത്രയാണെന്ന് പറയാം? 7.7ന്റെ കൂടെ കുട്ടിയുടെ ഉയരം എത്രയാണ്? 1.5 കൂട്ടിയത്. എങ്ങനെയാണ് ഇത് കൂട്ടുക? 7.7 പ്ലസ് 1.5. 7ൽ നിന്ന് 5 കൂട്ടിയാൽ എത്ര വരും? 12. 7 + 1 എത്രയാണ്? 8. 8 + 1 എത്രയാണ്? 9. അപ്പോൾ നമുക്ക് ട്രീന്റെ ഉയരം എന്നത് 9.2 മീറ്റർ ആണ്. പുഴയുടെ വീതി എന്നത് എത്രയാണ്? 6.5 മീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2015 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്